ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സദ്യ സ്പെഷ്യൽ പാവയ്ക്ക കിച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും തേങ്ങ അരയ്ക്കാത്ത കിച്ചടി. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാവയ്ക്കാണ് എടുത്തേക്കുന്നത്. ഇത് നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ഗാർഡനിൽ നിന്ന് പിച്ചിക്കൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഗാർഡൻ ഒക്കെ ഒന്ന് കണ്ടാലോ. ഇതാണ് നമ്മുടെ പാവൽത്തോട്ടം, പാവയ്ക്കാത്തോട്ടം. കാണാൻ പറ്റുന്നുണ്ടോ പാവയ്ക്ക പിടിച്ചു നിൽക്കുന്നേ? ഇവിടെയൊക്കെ ആൾക്കാർ ഒളിച്ചു നിൽപ്പുണ്ട്. കണ്ടില്ലേ, കുറേ കായ്ക്കുന്നുണ്ട്. ഇനിയിപ്പോ തണുപ്പാവുന്നതിന് മുമ്പ് ഇതൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇനിയിപ്പോ അധികം താമസിയാതെ ഇവിടെ തണുപ്പ് തുടങ്ങുവേ. ഒരുപാട് കായ് പിടിച്ചു വരുന്നുണ്ട്. പക്ഷെ അപ്പത്തേനും എന്താവുന്നറിയില്ല. ഇതൊക്കെ കിട്ടും, ഇതൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇനി ചെറുതായിട്ട് പിടിക്കുന്ന കായൊക്കെ ചിലപ്പോ നമുക്ക് വിളവെടുക്കാൻ പറ്റിയെന്ന് വരില്ലത് വേണ്ടി ഇവിടൊക്കെ കുഞ്ഞുമാര് നിൽപ്പുണ്ട്. ഇവിടൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓണത്തിന് വിളവെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മുടെ വഴുതനങ്ങയൊക്കെ വലുതായി വരുന്നുണ്ട്. ഓണത്തിന് പിച്ചാവെന്ന് വിചാരിച്ച് നിർത്തിയേക്കുവാണ്. 2 കളറിലെ വഴുതനങ്ങ ഇതിനകത്ത്. ഇത് നമ്മുടെ പ്ലം അവസാന ഘട്ടത്തിലേക്ക് വന്നേക്കുവാണ്. ഇതൊക്കെ ലാസ്റ്റ് നിൽക്കുന്ന പ്ലം ആണേ. ബാക്കിയൊക്കെ നമ്മൾ വിളവെടുത്തു, എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു, നമ്മളും കഴിച്ചു. ഡെയിലി കഴിക്കുന്നുണ്ട്. ഇപ്പോഴും കുറച്ച് പ്ലമ്മിന്റെ ജാം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാട്ടോ അടുത്ത വീഡിയോയിൽ. ഇനിയിപ്പോൾ നമുക്ക് ഈ പാവയ്ക്കയൊക്കെ ഒന്ന് കുനുകുനേന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂട്ടുകാരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ സ്വിറ്റ്സർലൻഡ് വീഡിയോ ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഓണം വന്നല്ലോ. ഓണത്തിന് 1-2 കറികളൊക്കെ ഉണ്ടാക്കി കാണിച്ച് അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി സ്വിറ്റ്സർലൻഡ് വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇതുവരെ നമ്മുടെ സ്വിറ്റ്സർലൻഡ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടേക്കണേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ തേങ്ങ അരയ്ക്കാത്ത പാവയ്ക്ക കിച്ചടിയാണ് ഉണ്ടാക്കുന്നതെന്ന്. കാരണം തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ തീ വിലയല്ലേ. അപ്പൊ ഞാൻ ഓർത്തു തേങ്ങ ഇല്ലാതെ ഒരു കിച്ചടി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിക്കാം. നമുക്കപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന് തേങ്ങയുടെ ചെലവൊക്കെ വളരെ കുറച്ചാലോ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എപ്പോഴും തേങ്ങ അരച്ചല്ല പാവയ്ക്ക കിച്ചടി വെക്കുന്നത്. പക്ഷെ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. 5 പച്ചമുളകും കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പച്ചമുളകാണെങ്കിലും കുനുകുനെ അരിഞ്ഞെടുക്കണം, കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഇനിയിപ്പോൾ വറുത്തെടുക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും തന്നെ ഇതിന്റെ കൂടെ ഞാൻ ചേർക്കുന്നില്ല. ഈ പച്ചമുളകും പാവയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ അതൊന്ന് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നിങ്ങൾക്ക് കൈകൊണ്ട് വേണേലും തിരുമ്മി പിടിപ്പിക്കാം. കൈകൊണ്ട് പക്ഷെ നിങ്ങൾ തിരുമ്മുമ്പോൾ ഇതിനകത്ത് പാവയ്ക്കന്ന് കുറേ ജ്യൂസ് വരും. ആ പാവയ്ക്കയുടെ ജ്യൂസ് നല്ല ഗുണമുള്ള സാധനമല്ലേ. അപ്പൊ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ചീനിച്ചട്ടി ചൂടായപ്പം അതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് നമ്മളിപ്പോൾ കുറേശ്ശെയായിട്ട് പാവയ്ക്ക ഇട്ട് വറുത്ത് കോരിയെടുക്കാൻ പോവുകയാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു പാനിലിട്ട് മൂപ്പിച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം എടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരത്തുമില്ല. ഒരുപാടങ്ങ് ക്രിസ്പിയായി കരിച്ച് കളയേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. 3 ബാച്ചായിട്ടാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ കോരി മാറ്റി. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള പാവയ്ക്കയും കൂടെ ഇതുപോലൊന്ന് വറുത്ത് കോരി എടുക്കുവാണ്. ഇപ്പം നമ്മൾ നന്നായിട്ട് ഇത് ഫ്രൈ ആക്കിയില്ലെങ്കിൽ, അതായത് നമ്മൾ പാനിലിട്ട് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നതെങ്കിൽ ഈ കിച്ചടിക്ക് കുറച്ച് കയ്പ്പ് ഫീൽ ചെയ്യും. പക്ഷെ നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിൽ അതിങ്ങനെ ഫ്രൈ ചെയ്ത് കോരി എടുക്കുമ്പോൾ നമുക്കധികം കയ്പ്പ് ഫീൽ ചെയ്യില്ല. പാവയ്ക്ക് അധികം വെളിച്ചെണ്ണ കുടിക്കത്തുമില്ല ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പം നമ്മുടെ പാവയ്ക്ക കുട്ടന്മാരെല്ലാം ഇവിടെ ഇങ്ങനെ മൊരിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? അതോ നിങ്ങൾ തേങ്ങ അരച്ചാണോ പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കുന്നത്? കമൻറ്റ് ചെയ്യണേ.
നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, നമ്മുടെ പാവയ്ക്ക് ആഴ്ചയിലൊരു 2-3 പ്രാവശ്യമൊക്കെ പാവയ്ക്ക പിച്ചാൻ കാണും. അപ്പം ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ പാവയ്ക്ക കിച്ചടിയാണ്. പാവയ്ക്ക കിച്ചടി ആകുമ്പോൾ കുട്ടികളും കഴിച്ചോളും. കാരണം അതിന് വലിയ കയ്പ്പ് തോന്നത്തില്ലല്ലോ. മെഴുക്കുവരട്ടിയും തോരനും ഒക്കെ വെക്കുമ്പോൾ അവർക്ക് അത് വലിയ ഇഷ്ടമില്ല. പക്ഷെ കിച്ചടി ആകുമ്പം ആ തൈരിന്റെ പുളിപ്പും ഉപ്പും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ അവരും കഴിച്ചോളൂ. അപ്പം ഇപ്പൊ സ്ഥിരം വീട്ടില് പാവയ്ക്ക കിച്ചടിയാണ്. അപ്പൊ ഞാൻ ഓർത്തുന്ന പിന്നെ എന്തുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇതിന്റെ ഒരു വീഡിയോ കാണിച്ചുകൂടാ, അവർ ഓണത്തിന് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ പാവയ്ക്ക പച്ചടിയുടെ വീഡിയോയുമായിട്ട് വന്നേക്കുന്നത്. അപ്പം നമ്മുടെ പാവയ്ക്ക എല്ലാം ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതും കൂടെ നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാം. അപ്പൊ ഞാനിവിടെ മാറ്റി വെച്ചിരുന്ന പാവയ്ക്ക മുഴുവൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട തൈരാണ്. നല്ല കട്ട തൈരാണ്. അത് ഞാൻ ആ കട്ടയൊക്കെ ഉടച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. അല്ലാതെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഉടച്ച് കട്ട മാറ്റിയതാണ്. എന്നിട്ടിത് അതുപോലെ തന്നെ പാവയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു 300 ml തൈര് ഞാൻ ഈ പാവയ്ക്കയ്ക്ക്, ഇത്രയും പാവയ്ക്കയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇപ്പൊ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പാവയ്ക്കയുടെ ഉപ്പൊക്കെ ഈ തൈരിലേക്ക് ഇറങ്ങി കഴിയുമ്പം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ആ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ രണ്ടാമത് വീണ്ടും ചേർത്ത് കൊടുക്കണം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് താളിച്ച് ചേർക്കാനുണ്ട്. താളിച്ച് ചേർക്കാനായിട്ട് ഞാൻ നേരത്തെ ആ പാവയ്ക്ക വറുത്ത സെയിം എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും 4-5 വറ്റൽമുളക് ചേർത്തു. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി മിസ്സാക്കല്ലേ കേട്ടോ. ചെറിയ ഉള്ളിയും കൂടി ചേർക്കുമ്പോഴാണ് ഈ താളിപ്പിന് നല്ല ടേസ്റ്റ് വരുന്നത്. അതുപോലെ അത് ആ പച്ചടിക്കും ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ചെറിയ ഉള്ളി ഒഴിവാക്കരുത്. ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമ്മളിനിയിപ്പം ഇത് നമ്മുടെ പാവയ്ക്ക കിച്ചടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിപ്പോ ഉണ്ടാക്കി ഉടനെ തന്നെ എടുക്കരുത്. അപ്പൊ അത്രയും ടേസ്റ്റ് നമുക്കറിയാൻ പറ്റില്ല. ഇതൊന്ന് വെച്ചിരുന്നൊരു 3-4 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ സദ്യക്ക് ഉണ്ടാക്കുവാണെങ്കിൽ രാവിലെ തന്നെ ഇത് ഉണ്ടാക്കി വെക്കണം. അപ്പോഴത്തേനും സദ്യ വിളമ്പാറാകുമ്പോഴത്തേനും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എൻഹാൻസ് ചെയ്ത് വന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം വേണമെങ്കിലും ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് സദ്യ വിളമ്പാറാകുമ്പോഴത്തേനും അതിന്റെ ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പൊ താങ്ക് യു, ബൈ.